ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോ പ്രോമിസ് ചെയ്തത് തന്നെ വേഗം തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം റിലേറ്റഡ് വീഡിയോ തന്നെയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് കുറച്ച് നാള് ഈ ഒരു ഹോം റിലേറ്റഡ് കണ്ടന്റ് ആയിരിക്കും എന്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഇവിടെ യുഎയിൽ നല്ല മഴയും നല്ല ക്ലൈമറ്റും എന്താ പറയാ, ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിലും നല്ല കോൾഡും, എല്ലാവരും അത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും എൻജോയ് ചെയ്തു കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ 2 ദിവസം ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയിരുന്നു. പിന്നെ ഓഫീസിൽ പോകുന്നവർക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റും പിന്നെ അതിന്റെ കൂടെ വാലന്റൈൻസ് ഡേ ആയിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഈ ഒരു വോൾ പാനലിംഗ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു വോൾ പാനലിംഗ് ചെയ്തത് ലാസ്റ്റ് ജൂണിലാണ് കേട്ടോ. അന്ന് തൊട്ട് ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇടുമ്പോഴും പിന്നെ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെയാ ചെയ്തതെന്നുള്ളത്. അപ്പോഴെല്ലാം ഞാൻ പറയും ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്, അപ്പം വീഡിയോയിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാമെന്ന്. പക്ഷെ ജൂൺ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇയർ ആയി, നെക്സ്റ്റ് ജൂൺ ആവുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്താണെങ്കിലും വീഡിയോ ഇടാൻ പറ്റിയല്ലോ. എനിക്ക് തോന്നുന്നു പഴയ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ ഹോം ടൂർ ആണ് ഏറ്റവും കൂടുതൽ കിട്ടിയ ഫസ്റ്റ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു വോൾ മേക്ക് ഓവർ ആണ്. കാരണം സ്റ്റോറീസ് ഒക്കെ ഇടുമ്പോൾ എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു നമ്മുടെ അറിയാവുന്ന ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിരിക്കും. അവർ ചോദിക്കും ആരെങ്കിലും കൂടി ചെയ്യിപ്പിച്ചതാണോ, നിങ്ങൾ ചെയ്തതാണോ, എന്താ ബാക്കിൽ വാൾ പേപ്പർ ആണോ, അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് എൻക്വയറീസ് വരാറുണ്ട് കേട്ടോ ഈ ഒരു വോളിനെ പറ്റി. വീട്ടിൽ വരുന്നവർക്കാണെങ്കിലും ഗസ്റ്റിനൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വരുന്നവർക്കെല്ലാം ആദ്യം നമ്മൾ ഈ വോളിലോട്ടാണ് എല്ലാവരും നോക്കുന്നത്, നിങ്ങൾ തന്നെ ചെയ്താണ്. നമ്മൾ തന്നെ ചെയ്താന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. അപ്പൊ പക്ഷെ എളുപ്പമായിട്ട് ചെയ്യാം, ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു പ്രോജക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈസി ആയിട്ട് വോൾ മോൾഡിങ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ വിശദീകരിച്ച് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസും കൊടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് കുറച്ച് നോൺ മലയാളി ഫ്രണ്ട്സും ഉണ്ട്. അവരിലും കുറെ പേര് എൻക്വയറി ചെയ്തായിരുന്നു എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. അപ്പൊ അവർക്ക് മനസ്സിലാവല്ലോ. പിന്നെ ഈസിയാണ്, നമുക്ക് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴേ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് കൂടുതലും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പൊ ഒട്ടും താമസിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഈ കാണുന്ന ഒരു വോളിലാണ് നമ്മൾ വോൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വോൾ സെലക്ട് ചെയ്തത് ഒരു വലിയ ബിഗ് വോളാണ്. പിന്നെ നമ്മുടെ ഹാളിലെ ഒരു മെയിൻ വോളാണ്, ഹോൾവേ ആയിട്ട് കണക്ട് ചെയ്യുന്നതും പിന്നെ ഹോളിൽ നിന്ന് ഡൈനിങ് റൂമിൽ നിന്നും ഒക്കെ നമുക്ക് ഇതൊരു കറക്റ്റ് ഒരു ആക്സൺ വോൾ ആക്കാൻ പറ്റിയൊരു വോളാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വോളാണ്. കറക്റ്റ് മെഷർമെന്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം കഴിഞ്ഞ ജൂണിൽ ഞങ്ങൾ മേക്ക് ഓവർ ചെയ്തതാണ് ഇത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആകുന്നു. ആ താഴെ കാണുന്ന സ്റ്റെയിൻ ഒക്കെ മോൻ സൈക്കിൾ ചവിട്ടിയതിന്റെ ഒക്കെ പാടാണ് കേട്ടോ. പിന്നെ കുത്തി വരച്ച പാടും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ പെയിന്റിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് ഒരു ഫുള്ള് വോളിന്റെ ഒരു ലുക്ക്. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത് ഈ വോളിന്റെ മെഷർമെന്റ് എടുക്കുക. അതിനുശേഷം പല രീതിയിൽ വോൾ പാനലിംഗ് ചെയ്യാം, പല ഷേപ്പിൽ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ വോളിനനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഞങ്ങൾ പേപ്പറിൽ ഡ്രോ ചെയ്ത് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ മാത്രമാണ് നമുക്ക് എത്ര പാനലിംഗ് ആ ഒരു വുഡ് മേടിക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഞങ്ങൾ താഴെ ഒരു സ്ക്വയറും അപ്പർ പാർട്ടിൽ ഒരു ലോങ് റെക്ടാങ്കിൾ രീതിയിലാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വോളിനനുസരിച്ച് ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ മാറും. അപ്പം ഞങ്ങളുടെ വോളിന്റെ മെഷർമെന്റ് ആയിരിക്കില്ല വേറൊരു വോളില്. അപ്പൊ അതുകൊണ്ട് തന്നെ മെഷർമെന്റ് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ഏത് വോളാണോ ചെയ്യുന്നത് അതിന്റെ മെഷർമെന്റ് നമ്മൾ തന്നെ എടുക്കണം. അപ്പൊ ഞങ്ങൾ വുഡ് പാനലിംഗ് മേടിക്കാനായിട്ട് എയ്സ് ഹാർഡ്വെയറിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ യുഎയിലുള്ളവർക്ക് എയ്സ് ഹാർഡ്വെയറിൽ പോയിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. നല്ല സെയിലൊക്കെ ഉള്ളപ്പോൾ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. പെർ 1 പാനൽ 9 ദിർഹംസ് ഒക്കെയാണ്. പിന്നെ അതിന്റെ വീതി കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും. ഇത് എയ്സ് ഹാർഡ്വെയറിന്റെ വെബ്സൈറ്റിൽ ഞാൻ കയറിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പൈൻ വുഡ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ തന്നെ എല്ലാം വരും കേട്ടോ. പല പല ഷേപ്പിലുള്ള വുഡ് പാനലിംഗ് അവൈലബിൾ ആണ് കേട്ടോ എയ്സ് ഹാർഡ്വെയറിൽ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ മേടിച്ച പാനലിംഗ് ഇപ്പൊ 25 ദിർഹംസ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ സെയിലുള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ നല്ല ഹാഫ് റേറ്റിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ എയ്സ് ഹാർഡ്വെയറിന്റെ വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. പക്ഷെ സ്ട്രെയിറ്റ് കട്ട് മാത്രമാണ്. പക്ഷെ നമ്മൾ പറയുന്ന നമ്മുടെ മെഷർമെന്റ് ഒക്കെ ആയിട്ട് പോയാൽ ആ മെഷർമെന്റിനനുസരിച്ച് അവർ ഏത് സൈസിലും കട്ട് ചെയ്ത് തരും. പക്ഷെ ആംഗിളിലൊന്നും കട്ട് ചെയ്യത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ. അത് ഫ്രീ സർവീസും ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാം തന്നെ ഓൾറെഡി കട്ട് ചെയ്ത് മേടിച്ചിട്ടാണ് വീട്ടിൽ വന്നത് കേട്ടോ. നെക്സ്റ്റ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ആ പേപ്പർ നോക്കിയിട്ട് അതേപോലെ എക്സാക്ട് നമ്മൾ വോളിൽ ഒരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് ഒരു 10 സെന്റിമീറ്റർ വിട്ടിട്ടാണ് കേട്ടോ പാനലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ മോൾഡിംഗ്. ഈ ഒരു ഷേപ്പും വർക്കുമുള്ള മോൾഡിംഗ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇനി ഞങ്ങൾ ഈ ഒരു മോൾഡിംഗ് ഒരു റൂളർ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്യാണ്. ലിറ്ററലി നമ്മൾ ആ വോളിൽ ഡ്രോ ചെയ്യുവാണ് എങ്ങനെ വേണം നമുക്ക് പാനലിംഗ് വേണ്ടതെന്നനുസരിച്ച്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഈസി ആവും കേട്ടോ വർക്ക്. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് ജസ്റ്റ് ഇത് സ്റ്റിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ലൈറ്റ് ആയിട്ട് പെൻസിൽ വെച്ചിട്ട് എല്ലാം ഡ്രോ ചെയ്ത് കഴിഞ്ഞു.
നമ്മൾ ഇനി ഇത് ആംഗിളിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കേട്ടോ ഇതും ഏസ് ഹാർഡ്വെയറിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. 20 dirhams എങ്ങാണ്ടേ ആയുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ആരുടെയും കയ്യിൽ പ്രൊഫഷണൽ വുഡ് കട്ടിംഗ് ടൂൾ ഒന്നും കാണില്ല, ജിക്സോ ഒന്നും നമ്മുടെ കയ്യിലൊന്നും കാണില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ മോൾഡിംഗ് വുഡ് എന്ന് പറയുന്നതിന് ഒട്ടും കട്ടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു ശക്തിക്ക് പിടിച്ചാൽ അത് രണ്ടായിട്ട് ഒടിഞ്ഞു പോകും. അപ്പം അത് ഈസി ആയിട്ട് നമുക്ക് ഏത് ആംഗിളിലും 45 ഡിഗ്രി ഒക്കെ നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് ഇതുപോലെ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളൊരു ആംഗിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നത് പോലെ ഒരു ഫ്രെയിം പോലെയാണ് നമുക്ക് വേണ്ടത്. ഓരോ സൈഡിലും ആംഗിൾ കട്ട് ചെയ്യുമ്പം ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്ത് തന്നെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഒരേ ഡയറക്ഷനിൽ 2 സൈഡും കട്ട് ചെയ്യരുത്. അപ്പൊ ഇതുപോലെ ഇരിക്കും നമ്മൾ 4 സൈഡും കട്ട് ചെയ്ത് വരുമ്പോഴത്തേന്. ഇപ്പൊ നമ്മൾ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്ന ബാക്കി എല്ലാ പീസസും ഇതുപോലെ തന്നെ നമ്മൾ ആംഗിളിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഓരോ ഫ്രെയിം വൈസ് ടൈ ചെയ്ത് വെക്കുകയാണ് ഫോർ ഈസി യൂസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മോൾഡിങ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെയിൽ ഗൺ യൂസ് ചെയ്യാം. ഞങ്ങൾ പക്ഷെ നെയിൽസ് ഒന്നും യൂസ് ചെയ്തില്ല. ഞങ്ങൾ ഒരു സീലന്റ് ആണ് യൂസ് ചെയ്തത്, ഒരു ഗ്ലൂ ടൈപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നെയിൽ ഗണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. കോൾക്ക് യൂസ് ചെയ്തും നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഈ സീലന്റ് ആണ് യൂസ് ചെയ്തത്. ഈ കോൾക്കും ഇത് യൂസ് ചെയ്യുന്ന ടൂളും ഒക്കെ ഞങ്ങൾ ഏസ് ഹാർഡ്വെയറിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. പിന്നെ കോൾക്ക് ഞാൻ പറഞ്ഞതിന്റെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കോൾക്ക് തന്നെയാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ ഈസിയാണ്, കാരണം നമ്മൾ ഓൾറെഡി വോളിൽ ഡ്രോ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിന് മുകളിലായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു 10 സെക്കൻഡ് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കുക, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ സ്റ്റിക്ക് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കി പോവുക. അല്ലെങ്കിൽ വൺസ് അത് സ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് പെട്ടെന്ന് ഹാർഡൻ ആവും. ഇനി ഓരോ മോൾഡിംഗ് ആയിട്ട് വോളിൽ സ്റ്റിക്ക് ആവുന്നതിന്റെ ചെറിയ ക്ലിപ്പിംഗ് കാണാം. അപ്പോൾ നമ്മൾ മോൾഡിംഗ് എല്ലാം ഓൾമോസ്റ്റ് സ്റ്റിക്ക് ചെയ്തു, കംപ്ലീറ്റ് ആകുന്നു. ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മേക്ക് ഓവർ നമുക്കൊരു വീക്കെൻഡിൽ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വേഗം തന്നെ ചെയ്യാം. 2 പേരും കൂടെ കൂടുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാം. ഇനിയും സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മോൾഡിങ്ങും നമ്മുടെ വോളുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് തോന്നും. അവിടെ നമ്മൾ ഇതുപോലെ കോൾക്ക് ചെയ്യുക. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നീറ്റ് ലുക്കും തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ തന്നെ നമുക്ക് ഈ കോൾക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യല്ല, കാരണം ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫിനിഷിങ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ കോൾക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക, എന്തായാലും ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇനിയും ബാക്കിയുള്ളത് പെയിന്റിംഗ് ആണ്. ഞങ്ങൾ പെയിന്റ് ചെയ്യാൻ പോവാണ്. പെയിന്റിങ് ഞങ്ങൾ ഈ പറഞ്ഞൊരു വീക്കെൻഡ് എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത്, ഒരു വോളല്ലേ ഉള്ളൂ, ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് 2 കോട്ടും അടിച്ച് പെയിന്റിങ്ങും ഫിനിഷ് ചെയ്യാം. പെയിന്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ആസ് എ ഫാമിലി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ, പ്രത്യേകിച്ചും മോന്. അപ്പം ഞങ്ങൾ ഡ്യൂലക്സിന്റെ പ്ലെയിൻ വൈറ്റ് പെയിന്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയും കൂടി പെയിന്റിങ്ങിന്. അങ്ങനെ എല്ലാവരും കൂടെ പെയിന്റ് ചെയ്ത് വേഗം തന്നെ പെയിന്റിങ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ 2 കോട്ട് പെയിന്റിങ്ങും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് ഫൈനൽ മേക്ക് ഓവർ റിവീൽ കണ്ടാലോ.
അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ മോൾ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ മോൾഡിങ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like, share and subscribe to my YouTube channel. See you all. Bye.